നമ്മള് പല വീഡിയോസ് അല്ലെങ്കിൽ ഓരോരുത്തർ ദേഷ്യമുള്ളവര് പലരും ചിലപ്പോൾ പല പല ദേഷ്യങ്ങളും കൊണ്ടൊക്കെ ആവും. ഇപ്പൊ എനിക്ക് വളരെയധികം ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നതും റെസ്പെക്ട് ചെയ്യുന്ന പല ദേവദാസന്മാരുടെയും പല നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഓരോരുത്തർ അങ്ങനെയൊക്കെ ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനൊരു നമ്മളുടെ ഫോണോ നമ്മളുടെ ചിന്തകളോ അതിനൊന്നും ഒരു കാരണങ്ങളായി മാറരുത്. എന്തെന്ന് വെച്ചാല് നമ്മള് അവരുടെ ആ ഒരു അവരെ മറ്റുള്ളവർ നാണം കെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുമ്പോൾ ആ പാപത്തിൽ ഒരു ദേവദാസനെതിരായിട്ടോ ദൈവമക്കൾക്കെതിരായിട്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ആ പാപത്തിൽ നമ്മളും പങ്കാളികളാവുക. നമ്മൾ ആ പാപത്തിൽ പങ്കാളികളായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ദൈവസന്നിധി ക്ഷമയോച്ചെന്ന് പറഞ്ഞാലും എന്റെ അഭിഷിക്തന്മാരെ തൊടരുത് എന്നുള്ളവര് അവര് കണ്ണിലെ കൃഷ്ണമണിയാണ്. അവരെ തൊടുന്നവൻ എന്റെ കണ്ണിലെ കൃഷ്ണമണിയാ തൊടുന്നതെന്നാണ് വചനം പറയുന്നത്. അത് ദേവദാസന്മാര് ചിലപ്പം തെറ്റോ ശരിയോ നമുക്കതൊന്നും അറിയത്തില്ല. നമ്മൾ നേരിട്ട് കാണുകയോ നമ്മൾ അറിയുകയോ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ അറിഞ്ഞ കാര്യം പോലും നമ്മള് അവരെ നാണം കെടുത്താനായിട്ട് സഹോദരന്റെ നഗ്നതയെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. എന്നോട് ദൈവാത്മാവ് സംസാരിച്ച ഒരു കാര്യം എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് പല